ആ എന്നോട് ഞാൻ പറഞ്ഞു കത്തി കൊണ്ടേക്കോ ബാവേ കത്തി കൊണ്ടേക്കോ. നീ പല്ലേറ്റ് കടിച്ചു മുറിച്ചുള്ള പരിപാടി എനിക്ക്. ആ ബാവേ ഏണി കൊണ്ടുവരണോ? എടാ കുട്ടി ആ വെള്ളത്തുണി ഒന്നും അയച്ചിട്ടോക്കാ. ഇജെന്താ പുതിയാപ്പിള പോകല്ലോ, മരത്തുമ്മ കയറുകയല്ലേ? ഇജ് ടൗസർ തീരെ ഇടലില്ലല്ലോ. കയറണ്ട് അതിനെ നോക്കി പിടിച്ച് കയറണട്ടാ. ആ അങ്ങനെ തന്നെയാണ് കയറിക്കൂടെ. കലാഭവൻ മണി ഒരു പാട്ട് പാടിയില്ലേ, പൂളുമ്പോൾ ചോപ്പുള്ള മാങ്ങാന്ന്. ആ സാധനമാണിത്. അപ്പോൾ നമ്മളെ ബാവ പെരയിൽ വന്നിട്ട് ചക്കട എന്ന് പറഞ്ഞ് ഓൻ ചക്കടാൻ കയറുകയാണ്. ചക്കടയിൽ ഓ ബുഗാഞ്ഞാൽ മതിയായിരുന്നു. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രസകരമായൊരു സംഭവം ഉണ്ടായി. നമ്മളൊരു 8-10 ദിവസമായിട്ട് തോട്ടത്തിൽ ഇറങ്ങാനോ പണിയെടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ അറിയോ, അതിശക്തമായ മഴയാണ് നമ്മളെ ഗ്രാമങ്ങളിലൊക്കെ. നിങ്ങൾക്കറിയാലോ, ഇന്ന് ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ഒന്ന് ദേവാലയാണ്, രണ്ടാമത് സിറാപുഞ്ചിയാണ്. അപ്പോൾ ഈ ദേവാലയനോട് അടുത്ത് ഉള്ള ഒരു ഗ്രാമമാണ് ഞങ്ങൾ പാക്കണ എന്ന് പറയുന്ന ഗ്രാമം. അങ്ങനെ എൻ്റെ കോലഘട്ടങ്ങൾ ഇതൊക്കെ മാറ്റി അവിടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോണ്ട് ബാവക്കടെ വരുന്നത്. അപ്പോൾ ബാവാക്കൊരു പണി കൊടുക്കുന്നത് കുറേ ദിവസമായി കരുതുന്നത്. ബാവാനോട് പറഞ്ഞു, ബാവേ ഒരു കാര്യം പറയേണ്ടത്. അത് എന്താണെന്ന് വെച്ചു ഇങ്ങോട്ട് വാറണം. വണ്ടി സൈഡാക്കി വെച്ചിട്ട് ആദ്യം പിലാവും വേണ്ടി കയറ്റി. നല്ല മഴയാണ്. ഇപ്പോൾ ചെറിയ ഒരു തോർച്ച കിട്ടിയിരിക്കണേ. അപ്പോൾ നമ്മളെ ബാവ പെരയിൽ വന്നിട്ട് ചക്കട എന്ന് പറഞ്ഞ് ഓൻ ചക്കടാൻ കയറുകയാണ്. ചക്കടയിൽ ഓ ബുഗാഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ നോക്കിയിട്ടേ അതും ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. നല്ല തേൻ വരിക്ക ചക്കയാണ്. മൂത്തത് നോക്കിയിട്ട് തേൻ വരിക്ക നല്ല ബൗക്കലുണ്ട്. പിടിച്ച് കയറിക്കോ കേട്ടോ. ആ രണ്ട് ചക്കട്ടോ മൂത്തത്. ഒന്ന് അണക്കും ഒന്ന് എനിക്കും. പകുതിച്ച കൂട്ടാനും വെക്കാം, ബാക്കി നമുക്ക് പോയിപ്പിച്ച് തിന്നും ചെയ്യാം. ഷുഗറുള്ളാലാണെങ്കിൽ പറ്റൂലട്ടാ, കാരണം അത്ര മധുരാണ്. കൽക്കണ്ടത്തിൻ്റെ മാരി ഉണ്ടാവും. ഓയ് ഏത് അത് മൂത്തിട്ടില്ല. ഇതാക്കണേ ഇവിടെ 4 കണ്ടില്ല. ഇവിടെ 4 കാണില്ലേ? ആ എടാ ചെരുപ്പിട്ടിട കയറിന്. ആ അതിന് 2 ഉണ്ട് കേട്ടോ. ആ എന്നോട് ഞാൻ പറഞ്ഞു കത്തി കൊണ്ടേക്കോ ബാവേ കത്തി കൊണ്ടേക്കോ. നീ പല്ലേറ്റ് കടിച്ചു മുറിച്ചുള്ള പരിപാടി എനിക്ക്. ആ എന്നാ ഞാൻ കുറച്ചുകൂടി വിട്ടിക്കട്ടെ. 1 ആ ഞാൻ തന്നെ ആ വലുതൊന്നുമില്ലേ? ഏത് ഇല്ലേ അത് ചാടുന്നില്ല. ഇനി ചാടിയാലും സാരല്ലാന്ന് ബക്കറാക്കാരല്ല. ഇജ്ജെന്തിനാ ബേജാറാണ്? ഇജാ മൂത്തങ്ങോട്ട് ഇടുവാവേ. ഇത് പിടിച്ച് നിൽക്കും മുത്തേ. ഇതൊരു സംഭവം തന്നെയാണ് കേട്ടാ ബാവേ. ഇണ്ടല്ലോ തിണ്ടിടിഞ്ഞല്ലോ റബ്ബേ. ചക്ക വീണ് തിണ്ടിടിഞ്ഞു. ആ ഇപ്പം തൽക്കാലം അത് മതി. ഇങ്ങോട്ട് ഇറങ്ങി നമുക്ക് ഇനി പിന്നെടാം കേട്ടോ. നമ്മളെ ഇസ്മായിൽക്കല്ലേ തിരൂരത്തെ മൂപ്പര് പറഞ്ഞിരുന്നു, മൂപ്പര് വരണ്ട് 2 ചക്ക വേണമെന്ന്. ആ 2 4 ആര് വേണമെങ്കിലും വന്ന് ഇട്ട് കൊണ്ടേക്കോട്ടെ. ചക്ക മുതലുണ്ടല്ലോ നമ്മളെടുത്ത്. ഒന്നും വാങ്ങൂല. 1 ഉറുപ്പ്യ വേണ്ട. ഓല് കൊണ്ടുപോയി തിന്ന് ആ സന്തോഷം നമ്മളോട് പറഞ്ഞാൽ മതി. കൽക്കണ്ടൊക്കെ മറിച്ചാണ് വെക്കും മുത്തേ. അത്ര മധുരാണ്. അതല്ലേ ഞാനോട് പറഞ്ഞു ഷുഗറുണ്ടെങ്കിൽ കൊണ്ടുപോണ്ടാന്ന്. അത്രക്ക് മധുരാണ്. വയസ്സ് നോക്കിയിട്ടപ്പോൾ ഷുഗർ. ഇപ്പം പ്രസവിച്ച കുട്ടിക്ക് വരെ ഷുഗറാണ്. ആ ഇറങ്ങി ഇത് ഞാൻ 4 ആൾക്ക് കാട്ടി കൊടുക്കൂട്ടോ. ഈ പിലാവുമ്മ കയറിയതും ചക്കട്ടതൊക്കെ. ഇല്ല വേറൊന്നുമില്ല. ഇതെന്തിനാ ഇരിച്ചേ? നേരെ മാങ്ങ പറിച്ചിടുമ്പോഴേ താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കേടാവും. ഇത് ഈ ദാർപ്പായിക്കാണ് വീണെങ്കിൽ മാങ്ങ നാസാവില്ല.
അതുമല്ല ഇതൊക്കെ അപ്പൊ താർപ്പായി നാസാവൂലേ? ദാർപ്പായി എങ്ങനെ നാസാണ്? ചെടിന്റെ മുകളിലൊക്കെ വെക്കണേ. ഇതിന് നാസായാലും കുഴപ്പമൊന്നുമില്ല. എന്നറിയോ, ഇത് നമ്മൾ ഇതേപോലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പൈസക്കാർക്ക് എന്തും ചെയ്യാലോ, താർപ്പായി പോയാലും നിങ്ങൾക്ക് എന്താ? അതല്ലട കുട്ടി, ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ കടച്ചക്ക വറുക്കാണ്ട്. അതും ഞാൻ പറിച്ചോ? അതിക്ക് പറിച്ചുണ്ട്, അത് ഞാൻ പറിച്ചോളൂ. കാരണം അത് പറിച്ചിട്ടും കൊണ്ടുപോകും. എന്താ എവിടെയാണ് കടച്ചക്ക? എവിടെയാണ്? അപ്പുറത്തുണ്ട്. ഞാനും പറിച്ചോണ്ട്. അവിടെ ഉണ്ടല്ലേ? ഞാൻ പറിച്ചോണ്ട്. അതൊക്കെ നല്ലൊരു വിലക്ക് വിൽക്കാനുള്ള മുതലുണ്ട്. അപ്പൊ മാങ്ങണ്ട് പറിച്ച എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ പിന്നെ അതിന് ബക്കറ്റൊക്കെ ചാക്കൊക്കെ ഇടും. ബാവേ, ഏണി കൊണ്ടുവരണോ? എടാ കുട്ടി, ആ വെള്ളത്തുണി ഒന്നും അയച്ചിട്ടോക്കാ. ഇജെന്താ പുതിയാപ്പിള പോകലല്ലോ, മരത്തുമ്മ കയറുകയല്ലേ? ഇജ്ജ് ട്രൗസർ തീരെ ഇടലില്ലല്ലോ. കയറണ്ട്. അതിനെ നോക്കി പിടിച്ച് കയറണട്ടാ. അങ്ങനെ തന്നെയാണ് കയറിക്കൂടെ. അതാ ഞാൻ എന്നോട് ചോദിച്ച് ഏണി കൊണ്ടുവരണോ എന്ന് ചോദിച്ചത്. എന്നിട്ട് എന്താക്കുക, ഓരോ കൊമ്പുമ്മ കൂടെ പോയിട്ട് പൂത്തത് ഇടയ്ക്കോരോന്ന് അവിടെ ഇരുന്ന് തിന്നോ, ബാക്കി പറിച്ചിങ്ങോട്ട് ഇട്. ആ കൊമ്പത്ത് കൂടെ ഒക്കെ ഉണ്ട്. കാരണം നല്ല മഴയല്ലേ, ഇനിയിപ്പോൾ ഇത് നിർത്തിയിട്ട് കാര്യമല്ല. നമ്മൾ പറിക്കുക, നമ്മളാവശ്യത്തിന് കൊടുക്കുക. ആരെങ്കിലും ചോദിച്ചാൽ കുടുംബക്കാർക്കൊക്കെ ഈരണ്ട്, അയൽവാസികൾക്കൊക്കെ ഈരണ്ട് കൊടുക്കുക. അവിടെ ഒന്നുമില്ല. ചിലയിടത്ത് അതായത് കൊക്കുള്ള ആകിടെ കണ്ടേ. ഇപ്പം എന്താണെന്നറിയോ, മാങ്ങക്ക് ഡാമേജ് പറ്റൂല. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? കണ്ടേ. അങ്ങനെയാണ് പറിച്ചിട്ടോട്. ഇനി അതിൻ്റെ താഴത്തെ കുമ്പുമിലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് മാങ്ങ. എത്ര ആളിപ്പോൾ ഇതിന്നൊക്കെ പറിച്ചു കൊണ്ടുപോയിരുന്നപ്പോൾ എൻ്റെ വിചാരം. കൊമ്പ് പൊട്ടിയ വിഷയമല്ല, ഇജ്ജ് നോക്കി പിടിച്ച് നിന്നാൽ മതി. അത് സാരല്ല. അതാക്കി നല്ല തലൻ്റെ മേലെ ഒന്നും പൊടണ്ട. ഇനി ഇതുമ്മ കയറാനേ എനിക്ക് വയ്ക്കൂല. ഇത് മൊത്തം പറിച്ച മുതലാക്കി. നല്ലെങ്കിൽ ചക്ക, മാങ്ങ ഇതൊക്കെ നമ്മളെ പെരിയിലുണ്ടെങ്കിലേ ഇതൊക്കെ തടിക്ക് നല്ല കുട്ടി. ഇതിൽ മറ്റേ കൊപ്പരയും വളവും മരുന്നൊന്നും അടിക്കാത്ത നല്ല നേച്ചുറൽ സാധനങ്ങളാണ്. അനക്ക് പീടിയിൽ നിന്ന് 100-150 ഉറുപ്പ്യ കൊടുത്താൽ കല്ല് വെച്ച പൗപ്പിച്ച മാങ്ങ എന്നാണോ? ഇതത് വേണ്ടല്ലോ. ഇതിങ്ങനെ പണ്ട് കലാഭവൻ മണി ഒരു പാട്ട് പാടിയില്ലേ, പൂളുമ്പോൾ ചുവപ്പുള്ള മാങ്ങാന്ന്. ആ സാധനമാണിത്. അപ്പോൾ പറിച്ച 1-2 ഞാൻ ആളുകൾക്ക് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇത് ചുവപ്പ് കളറാണോ, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദാർപ്പായി വിരിച്ചിട്ടേ അതുക്കാണ് ഇടുന്നത്. അത് കിട്ടി കഴിഞ്ഞാൽ എന്താണെന്നറിയോ, പൊട്ടൂല, മാങ്ങ നാസാവില്ല. എൻ്റെ തലമക്കടല്ലേട്ടാ. കണ്ടല്ലോ നിങ്ങൾ, ഇതാ പറഞ്ഞാൽ വിശ്വസിക്കൂല. കണ്ട മാങ്ങൻ്റെ കളർ കണ്ടെങ്കിൽ ഏകദേശം 300-400 ഗ്രാം ഉണ്ടാവും ഓരോ മാങ്ങ. ഇതേപോലെ ഇതാ കണ്ടോ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറിച്ചിട്ടൊക്കെയാണ്. ഇനി പറിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇതാ നോക്കാം നിങ്ങൾ, 1, 2, 3 നല്ലൊരു പഴുത്ത തേൻവരിക്ക ചക്ക, മറ്റേ മൂത്ത 2 ചക്ക. 2 ദിവസം വെച്ചാൽ നമുക്ക് പഴുക്കും, ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൂട്ടാൻ വെക്കാം. അത് ഇങ്ങോട്ട് കഴിഞ്ഞേക്കുന്നുള്ള ബക്കറൊക്കെ ഞാൻ പോട്ടെ, ഓട്ടുണ്ട്. ഞാൻ പറഞ്ഞു പോകാൻ പറ്റേ, ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് മൂച്ചിമണി കയറ്റി. ഇതാ നോക്കാം നിങ്ങൾ, മാങ്ങ കണ്ടെങ്കിൽ ഇതാ എന്താ ഈ മാങ്ങ കണ്ട, നല്ല കിളിച്ചുണ്ടൻ മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതിൽ പൊട്ടിയതൊക്കെ ഉണ്ട്, ചിലത് താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്, മറ്റതൊക്കെ നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറിച്ചത്.
അപ്പോൾ താഴെ വീണത് നമുക്ക് എന്താക്കാം, പൊട്ടിയതൊക്കെ അച്ചാറിടാം. ഇനി പഴുത്ത മാങ്ങ നമ്മളിപ്പോൾ മരുന്നൊന്നും വെച്ച് പഴുത്ത് കിളി കൊത്തിയതായിട്ടോ അതൊന്നും കുഴപ്പമില്ല. നോക്കിങ്ങൾ ഇതിൻ്റെ കളറ് കണ്ട്, ഇതാണ് ചെത്തിക്കള. ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് പൂണ്ട് കണ്ട നിങ്ങൾ, ഇതിൻ്റെ ഒരു രസം കണ്ടില്ലെങ്കിൽ ഇതാ മരത്തുമ്പോൾ തന്നെ നിന്ന് പഴുത്താട്ടോ. ഭാഗം ഒരു കഷ്ണം തൊള്ളയിലിട്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം. നല്ല മരം നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നിങ്ങൾ മൂപ്പായി കഴിഞ്ഞാൽ, ഓവർ മൂപ്പായി കഴിഞ്ഞാൽ പൊട്ടും. ഇതൊക്കെ ഈ മാങ്ങയൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇനി ഇത് നല്ലപോലെ തുടച്ചിട്ട് വൈക്കോലിലോ ഒരു കമ്പിളിയിലോ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ഇത് പഴുക്കും. 3-4 പ്രാവശ്യം ഇതിന് മുമ്പ് പറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അയൽവക്കക്കാരൊക്കെ ആവശ്യക്കാർ പലവരും വന്ന് ചോദിക്കും 2 മാങ്ങ തരുമെന്ന്. ഞാൻ പറയും പറിച്ചോളിന്ന്. ഇത് പച്ച തിന്നാനും നല്ല ടേസ്റ്റാണ്. പുളി എന്ന് പറയുന്ന സാധനമല്ല, അതുമല്ല ഇതിന് ഭയങ്കര പൊടിയാണ് ഈ മാങ്ങ. അതുകൊണ്ടാണ് ഈ പൊട്ടണത് കേട്ടോ. ഈ പൊട്ട് വീഴുന്നത് പൊടി ജാസ്തി ആയതുകൊണ്ടാണ്. നല്ല പൊടി, നല്ല മധുരം. ചുരുക്കി പറഞ്ഞ കൽക്കണ്ടം എവിടെയെന്ന് ചോദിച്ചണ്ട. കൽക്കണ്ട ബക്കറാക്കാൻ്റെ തൊടുലുണ്ട് എന്നാൽ ഞാൻ പല്ലില്ലെന്നാലും ഒരു കസത്ത് തോട്ടെ. ബാവേ നമുക്കൊരു 4 കടത്തക്കും കൂടിയാണ് പറിച്ചാലോ? എനിക്ക് വയ്യ വക്രാക്ക, ഇതന്നെ നല്ലൊരു പണി ഞങ്ങൾ എനിക്ക് തന്നത്. ഒരു കാര്യം പറയാൻ വേണ്ടി വക്രാക്കാന്തൊക്കെ വന്നാളോ. എനിക്ക് നല്ല പണി. ഞാൻ വെള്ളത്തുണിയൊക്കെ എടുത്തിട്ടാ വന്നിരുന്നത്. എന്തായാലോ 1 കിലോ ഇറച്ചിക്ക് 320 ഉപ്പ് കൊടുക്കണം. ഒരു കടച്ചക്ക കൊണ്ട് കറി വെച്ച 1 കിലോ ഇറച്ചി 1 കിലോ ഒരു കടച്ചക്കയും കൊണ്ടായാലും കടച്ചക്കന് തീരും. അത്ര ടേസ്റ്റും പൊടിയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.